റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. രാജ്യങ്ങൾക്ക് മേൽ ഉയർന്ന താരിഫുകൾ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച US കോടതി. ട്രംപിന്റെ നടപടികൾ ഭരണഘടനാ വിരുദ്ധമെന്നും ഏകപക്ഷീയമെന്നും വിമർശിച്ച കോടതി നടപടികൾ നിയമാനുസൃതമല്ലെന്നും കണ്ടെത്തി തടയുകയും ചെയ്തു. വ്യാപാര കോടതിയാണ് ഈ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ട്രംപ് അധികാരം കയ്യിലെടുക്കുന്നുവെന്നും നിയമം അനുശാസിക്കുന്ന അധികാരങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. രാജ്യത്തെ സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങൾ US കോൺഗ്രസിന്റെ അധികാരം മറികടക്കുന്നതാകരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് നിയമം പ്രസിഡന്റിന് ഒരിക്കലും താരിഫ് ഉയർത്താൻ പരിധിയില്ലാത്ത അധികാരം നൽകുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. ഏപ്രിൽ 2 ലോകരാജ്യങ്ങൾക്കുമേൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. 20% പകരച്ചുങ്കം പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യക്ക് 27% തീരുവയാണ് അമേരിക്ക ചുമത്തിയത്. ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയൻ 20%, UKക്ക് 10%, ജപ്പാൻ 24% വീതമായിരുന്നു തീരുവയായിരുന്നു അന്ന് US പ്രഖ്യാപിച്ചത്. അതേസമയം ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക് ഡോജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്നും രാജിവെച്ചു. ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മസ്ക് ഡോജ് വിട്ടതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. താരിഫുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുമെന്നും മസ്ക് ഒരു അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇലോൺ മസ്ക് രാജിവെച്ചതോടെ പുതിയ ചുമതലക്കാരെ പ്രഖ്യാപിച്ച് വൈറ്റ് ഹൌസ് രംഗത്തെത്തി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ക്യാബിനറ്റ് ഉദ്യോഗസ്ഥരും മസ്കിന്റെ വിടവ് നികത്തുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഉണ്ടായ പാക് ജീവനാശത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നടപടി പിൻവലിക്കാൻ കൊളംബിയ തീരുമാനിച്ചു. ശശി തരൂർ നയിക്കുന്ന ഇന്ത്യൻ പ്രതിസംഘത്തിന്റെ പ്രതിഷേധം മൂലമാണ് കൊളംബിയ നിലപാട് തിരുത്തുന്നത്. കാശ്മീരിൽ എന്താണ് നടക്കുന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് വ്യക്തമായെന്നും ഇന്ത്യൻ സംഘത്തിന്റെ വിശദീകരണത്തിൽ തങ്ങൾ തൃപ്തരാണെന്നും കൊളംബിയൻ ഉപവിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. പാക് അനുകൂല പ്രസ്താവനകൾ തങ്ങൾ പിൻവലിക്കുമെന്നും സാഹചര്യങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായ ചിത്രം ലഭിച്ചെന്നും സന്തോഷം പങ്കുവച്ചുകൊണ്ട് തരൂരും പറഞ്ഞു. പാകിസ്ഥാനിലെ പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ നടപടിയിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ പേരിലായിരുന്നു കൊളംബിയയുടെ അനുശോചനം. ഇതിൽ കൊളംബിയയിലേക്ക് പോയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ തലവൻ ശശി തരൂർ അതൃപ്തി അറിയിച്ചിരുന്നു. കൊളംബിയൻ സർക്കാരിന്റെ പ്രതികരണത്തിൽ തരൂർ എന്ന നിരാശയും പ്രകടിപ്പിച്ചിരുന്നു. ഉപരോധ പട്ടികയിലുള്ള ഒരു ഭീകരന്റെ ശവസംസ്കാരമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊളംബിയൻ പ്രതിനിധികളുടെ സംഘം സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. എല്ലാ നിലയിലുമുള്ള ഭീകരതയ്ക്കെതിരെയും പോരാടാനുള്ള ഇന്ത്യയുടെ ശക്തമായ ദൃഢനിശ്ചയം അറിയിക്കുന്നതിനാണ് കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പാർലമെന്ററി പ്രതിനിധി സംഘം കൊളംബിയയിലെത്തിയത്. ഇന്ത്യ പാക് സായുധ സംഘർഷം അവസാനിച്ചത് US-ന്റെ ഇടപെടലിലൂടെയാണെന്ന അവകാശവാദം ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പരം വെടിയുതിർക്കുന്നവരുമായി വ്യാപാരം നടത്താനാകില്ല എന്ന് ഇരു രാജ്യങ്ങളോട് വ്യക്തമാക്കി. യുദ്ധത്തിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനെയും തടഞ്ഞു. ഒരു ആണവ ദുരന്തമായി മാറിയേക്കുന്ന സംഘർഷമാണ് താൻ ഇടപെട്ട് ഒഴിവാക്കിയതെന്ന് വിശ്വസിക്കുന്നതായും ഓവൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ ഇടപെടൽ കൊണ്ട് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെ നേതാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും എല്ലാം അവസാനിപ്പിക്കുകയും ചെയ്തുവെന്ന് ട്രംപ് പറഞ്ഞു. മെയ് 10 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തുന്നതിൽ മൂന്നാമതൊരു കക്ഷി ഇടപെട്ടിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് മറുപടിയായാണ് മെയ് 7 അർദ്ധരാത്രി പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈനിക നടപടി ആരംഭിച്ചത്. നടൻ കമലഹാസന്റെ പുതിയ സിനിമയായ തഗ് ലൈഫിന്റെ റിലീസിന് നിരോധനം ഏർപ്പെടുത്തി കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. കന്നഡ ഭാഷയെക്കുറിച്ചുള്ള കമലഹാസന്റെ പ്രസ്താവന വിവാദമായതോടെയാണ് ദിനോദരം. സംഭവത്തിൽ ക്ഷമാപണം നടത്തില്ല എന്ന് കമലഹാസൻ വ്യക്തമാക്കിയിരുന്നു. കമലഹാസൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചിത്രത്തിന്റെ റിലീസ് അനുവദിക്കില്ലെന്ന് കന്നഡ സംഘടനകൾ പറഞ്ഞിരുന്നു. ജൂൺ 5 തഗ് ലൈഫിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വിവാദ പരാമർശത്തിൽ കമലഹാസൻ മാപ്പ് പറയണമെന്ന് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് അന്ത്യശാസനം നൽകിയിരുന്നു. കന്നഡയുടെ ഉൽപ്പത്തി തമിഴിൽ നിന്നാണെന്ന് കമലഹാസന്റെ പരാമർശത്തിലായിരുന്നു കന്നഡ സംഘടനകൾ കമലഹാസന്റെ മാപ്പ് ആവശ്യപ്പെട്ടതും അന്ത്യശാസന പരിധിയിൽ നൽകിയതും. എന്നാൽ തെറ്റ് ചെയ്തെങ്കിൽ മാത്രം മാപ്പ് പറയുമെന്നും അല്ലെങ്കിൽ മാപ്പ് പറയില്ലെന്നുമായിരുന്നു കമൽഹാസന്റെ പ്രതികരണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, താൻ നിയമത്തിലും രീതിയിലും വിശ്വസിക്കുന്നുവെന്നും കമൽഹാസൻ പ്രതികരിച്ചിരുന്നു. കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളോട് തന്റെ സ്നേഹം സത്യമാണെന്നും കമൽഹാസൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയർന്നു. രാജ്യത്ത് നിലവിൽ 2710 പേർ കോവിഡ് ബാധിതരാണെന്നും സജീവ കേസുകളിൽ കേരളമാണ് മുന്നിലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാന തിരിച്ചുള്ള കോവിഡ് റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയും ഡൽഹിയുമാണ് തൊട്ടുപിന്നിൽ. 1147 കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 424 പേർക്കും, ഡൽഹിയിൽ 294 പേർക്കും, ഗുജറാത്തിൽ 223 പേർക്കും, തമിഴ്നാട്ടിലും കർണാടകയിൽ 148 പേർക്കും കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2021 ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 22 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കേരളത്തിൽ 5 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ് കേസുകളിലെ പെട്ടെന്നുണ്ടായ വർധനവ് കാരണം നിരീക്ഷണം ശക്തമാക്കാനും ആരോഗ്യ പ്രോട്ടോകോളുകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ കോവിഡ് പരിശോധനയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാതൃഭാഷയുടെ വ്യാപനവും പരിപോഷണവും ലക്ഷ്യമിട്ട് നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിന് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചു. അനുമതി നിഷേധിക്കുന്ന അറിയിപ്പിൽ കാരണങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഔദ്യോഗിക ഭാഷയാക്കി സർക്കാർ ഇടപാടുകൾ പൂർണ്ണമായും മലയാളത്തിലാക്കുന്നത് തമിഴ്, കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ ബാധിക്കുമെന്ന വിമർശനമുയർത്തിയിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ പാസാക്കിയ ബിൽ അന്ന് ഗവർണറായിരുന്ന ജസ്റ്റിസ് P. സദാശിവമാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. ബിൽ പാസാക്കിയെങ്കിലും ഭരണമുന്നണിയിൽ നിന്ന് തന്നെ അത് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഹനിക്കുന്നുവെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. വ്യവസ്ഥകൾ കേന്ദ്ര ഭാഷാ നിയമത്തിന് വിരുദ്ധമാണെന്ന് നിയമവകുപ്പും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്ന് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം
പരിമിതപ്പെടുത്തുന്നതാണോ ബില്ലെന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ട് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. 2024 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉന്നയിച്ച ചില സംശയങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തിയിരുന്നു. എന്നാൽ അനുമതി നിഷേധിക്കാനായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ. രാഷ്ട്രപതിയും ഗവർണറും ബില്ലിൽ തീരുമാനമെടുക്കുന്നതിൽ വരുത്തുന്ന കാലതാമസത്തെ അടുത്തിടെ സുപ്രീം കോടതി വിമർശിക്കുകയും സമയപരിധി ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷൌക്കത്ത് അലിയും എം സ്വരാജും തമ്മിൽ നേർക്കുനേർ പോരാടുന്നു. നിലവിലെ MLA PV അൻവർ രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മത്സരിക്കും. ഇതോടെ നിലമ്പൂരിൽ മത്സരം കടുക്കും. രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഇരു സ്ഥാനാർത്ഥികളുടെയും റോഡ് ഷോകൾ തുടരുകയാണ്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ആര്യാടൻ ഷൌക്കത്ത് പത്രിക സമർപ്പിച്ചു. അതേസമയം നിലമ്പൂരിൽ വന്നിറങ്ങിയ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് LDF പ്രവർത്തകർ വൻപൻ സ്വീകരണമാണ് ഒരുക്കിയത്. ജൂൺ 19 ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. കായിക വിശേഷങ്ങൾ. മൈതാനത്തെ കൂട്ടുകെട്ടിനുമപ്പുറം ഒരുമിച്ചുള്ള പദ്ധതിക്ക് ലൂയിസ് സുവാരസും ലയണൽ മെസ്സിയും ഒരുങ്ങുകയാണ്. ബാഴ്സലോണയിലും ഇന്റർ മയാമിയിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള താരങ്ങൾ പുതിയ ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഉറുഗ്വേയിലാണ് ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങുന്നത്. സുവാരസ് ആണ് വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. മെസ്സിയും പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ട്. ഉറുഗ്വേ 4ാം ഡിവിഷനിലാകും ടീം മത്സരത്തിനിറങ്ങുക. കുട്ടികൾക്കും കൗമാരക്കാർക്കും അവസരം നൽകിയെന്ന ലക്ഷ്യമെന്ന് സുവാരസ് വീഡിയോയിൽ പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമാക്കിയതിൽ സന്തോഷമുണ്ടെന്നും കഴിയുന്നത്ര പിന്തുണ നൽകുമെന്നും മെസ്സിയും പ്രതികരിച്ചിട്ടുണ്ട്. പ്രഖ്യാപനത്തിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്ലബിനെ പിന്തുടരുന്നവരുടെ ആരാധകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച ഹെയ്സൽ ദുരന്തം നടന്നിട്ട് 40 വർഷം തികയാണ്. 1985 മെയ് 29 ബെൽജിയത്തിലെ ബ്രസൽസിലെ ഹെയ്സൽ സ്റ്റേഡിയത്തിൽ 39 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടക്കുന്നത്. ലിവർപൂളും യുവന്റസും തമ്മിലുള്ള യൂറോപ്യൻ കപ്പ് ഫൈനലിന് മുന്നോടിയായി ഗാലറിയിലെ തിക്കിലും തിരക്കിലുമാണ് ഈ അപകടമുണ്ടാകുന്നത്. അതിനിടയിൽ മതിലും ഇടിഞ്ഞു വീണു. 40ാം വാർഷികത്തോടനുബന്ധിച്ച് ലിവർപൂൾ FC ആൻഫീൽഡിൽ ഒരു പുതിയ സ്മാരകം അനാച്ഛാദനം ചെയ്യുകയാണ്. ഫോറെവർ ബൗണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സ്മാരകം സൂചിപ്പിക്കുന്നത് മരണത്തിനപ്പുറം കാലത്തെയും ദൂരത്തെയും ഓർമ്മകളെയും അതിജീവിക്കുന്ന ബന്ധമെന്നാണ്. ലിവർപൂൾ ജുവന്റസ് ക്ലബ്ബുകൾ പരസ്പരം പങ്കുവച്ച ദുഃഖത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി 2 സ്കാർഫുകൾ കുട്ടിക്കെട്ടിയ നിലയിലാണ് ലിവർപൂളിന്റെ ഹോം ഗ്രൗണ്ടായ ആൻഫീൽഡിൽ ഒരുങ്ങുന്ന പുതിയ സ്മാരകത്തിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ മരിച്ചവരുടെ പേരുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.